ഡിയർ സ്റ്റുഡൻസ്, 2025 ഒക്ടോബർ ബാച്ചിൽ പബ്ലിക് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ്, നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, നമ്മൾ ഓരോ മാസവും ഓൺലൈൻ ക്ലാസ് നടത്തുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒന്നും കൂടെ പറയാനുള്ളത്, PCP ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം. മാത്സ്, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇവ രണ്ടിനും പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. അതിന് മുമ്പായിട്ട് ഈ മാസം തന്നെ അവിടെ നാളെ തന്നെ കോൺടാക്ട് ചെയ്ത് എന്നാണ് PCP ക്ലാസ് എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് അതിനെ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം, മാത്സിനും സയൻസിനും. ഇവിടെ നിങ്ങൾ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസിൽ, ഒന്നുകൂടെ പറയാമെന്ന് മാത്രം. ഇതിലുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. തൊട്ട് താഴെ വീഡിയോ ക്ലാസ്സും വരുന്നുണ്ട്. നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. ഇത് പഠിച്ചാൽ തന്നെ ഒരു 50% മാർക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് ഇംഗ്ലീഷ് മെയിൻ എക്സാം, മെയിൻ ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ കാണാൻ പറ്റും. നമ്പർ ഓഫ് ലെസൺസ് 16 ഇതിൽ 1, 3, 5, 8, 6, 9 ഇങ്ങനെ ഇടവിട്ടുള്ള ചാപ്റ്റേഴ്സുകളാണ്. അപ്പോൾ ഈ ഇടവിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ എങ്ങനെ വന്നു അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് TMA അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി വരുന്ന 16 ചാപ്റ്റേഴ്സ്, 60% ചാപ്റ്റേഴ്സ് എന്ന് പറയും. ആ ഒരു 16 ചാപ്റ്റേഴ്സാണ് ഇതിലുള്ളത്. അതാണ് ഈ 1, 3, 5, 8, 6, 9 എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ ചാപ്റ്റർ മാത്രമാണ് നമ്മുടെ മെയിൻ എക്സാമിലോട്ട് വരിക. അതിൻ്റെ ചാപ്റ്റർ 1 to MP3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ MP3 നമുക്ക് കാണാൻ പറ്റും. അതിവിടെ അതിൻ്റെ നോട്ട്സും കാണാൻ പറ്റും. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഗൈഡ് ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ഓക്കെ, അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകളൊക്കെ നോക്കിയിട്ട് പഠിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് റൂം ഞാൻ പറഞ്ഞു, ബേസ് ഇംഗ്ലീഷാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് ഇംഗ്ലീഷിലോട്ട് വരേണ്ടത്. പിന്നെ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകൾ ഇതൊക്കെയാണ്. അതിലും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. മറ്റുള്ളത് നിങ്ങൾ ചാപ്റ്റേഴ്സുകൾക്ക് നിങ്ങൾ ആ ഗൈഡ് ബുക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ പേഴ്സണലി ചോദിച്ചാൽ മതി. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ വീഡിയോസുകൾ മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം അതെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റുള്ള നോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് നിങ്ങൾക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്, ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മലയാളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ സയൻസും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് പഠിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഒരു വീഡിയോയും കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോസുകൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് കാണേണ്ടതാണ്. കാരണം ആ വീഡിയോസിൽ എത്ര മാർക്കിന് വരും ക്വസ്റ്റ്യൻസുകളിൽ നിന്നുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഫസ്റ്റ് വരുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണാം. അതിൻ്റെ നോട്ട്സുകളൊക്കെ റീഡ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നോക്കിയിട്ട് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾ ഒരു 50% മാർക്ക്, 50 മാർക്കിനുള്ള ചാപ്റ്റേഴ്സുകളെയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. അറബി പിന്നെ അവിടെ ഉണ്ട്, മാത്സ് കാണാം, മാത്സിലും വീഡിയോസുകൾ കാണാം. അതുപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം, ഓരോ മീഡിയത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ എക്സാം എഴുതുന്ന ആളുകൾ മലയാളത്തിൻ്റെ മീഡിയത്തിലുള്ള ഡൗൺലോഡ് ചെയ്ത് മാത്സിൻ്റെ, സയൻസിൻ്റെ, സോഷ്യലിൻ്റെ, അതാണല്ലോ ഇപ്പോൾ ലാംഗ്വേജുകൾ വ്യത്യാസമായിട്ട് വരിക. മറ്റുള്ള സെക്കൻഡ് ലാംഗ്വേജ് ആ ഒരു ലാംഗ്വേജിലും, അതുപോലെ ഇംഗ്ലീഷ് മെയിൻ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണല്ലോ വരിക. അപ്പോൾ പിന്നെ അറബിയിലാണല്ലോ, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കി വെക്കണേ. അതിൻ്റെ തൊട്ടതായ പ്രാക്ടിക്കൽ മാനുവൽ എന്ന് കാണാം. നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ അവിടെ നിങ്ങൾ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് തയ്യാറാക്കണം എന്ന് പറഞ്ഞു. മാത്സിനും അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിക്കും. ഈ 2 വിഷയത്തിനും നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഏതിൽ നോക്കിയാണ് എഴുതുക, അതിന് പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ NIOS നിന്ന് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചെറിയൊരു ടെക്സ്റ്റ് ബുക്കാണ് പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള ആക്ടിവിറ്റീസ് 1, ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3 അങ്ങനെ പറഞ്ഞിട്ട് ആക്ടിവിറ്റീസിൽ കാണാം. പഠന പ്രവർത്തനം, അതിലൊരു ആക്ടിവിറ്റീസ് 3 or 4 നിങ്ങൾക്ക് സയൻസൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ബുക്ക് തയ്യാറാക്കാൻ വേണ്ടി വാങ്ങുന്ന ഒരു സൈഡ് വെള്ളയും അപ്പുറത്തെ സൈഡ് ലൈനും വരുന്ന ഒരു
റെക്കോർഡ് ബുക്ക് ഉണ്ട്, നമ്മുടെ സ്റ്റേഷനറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അത് വാങ്ങിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് എഴുതിയിട്ട് ഈ 3-4 ആക്ടിവിറ്റീസ് എഴുതുക. ആദ്യത്തെ 3-4 എഴുതിയാൽ മതി. അതിൽ 2-3 നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് എഴുതാനും അത് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇനി ചില സെൻറ്റൻസുകൾ ചിലത് 6 എഴുതാൻ പറയും, ചിലപ്പോൾ 5 എഴുതാൻ പറയും. അതെങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു PCP ക്ലാസ്സിന് അവരത് പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്കിയിട്ട് എഴുതാൻ പറ്റും. ഓപ്പൺ സയൻസ് ആൻഡ് ടെക്നോളജി പ്രാക്ടിക്കൽ മാനുവൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, അതുപോലെ മാത്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, പിന്നെ സയൻസിൻ്റെ മലയാളം മീഡിയം ഉണ്ട്, മാത്സിൻ്റെതും മലയാളം മീഡിയം ഇവിടെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ആക്ടിവിറ്റീസുകളൊക്കെ നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാനുള്ളത്. ഇനി എക്സാമായി ഈ ഒരു മാസം നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈം ടേബിൾ കാണാം, ടൈം ഷെഡ്യൂൾ പറഞ്ഞിട്ട് ഒന്ന് കാണാൻ പറ്റും. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ NIOS ഒക്ടോബർ ബാച്ചാണ്, ഈ രണ്ടാമത് കാണുന്നതാണ് നമ്മൾ ടൈം ടേബിൾ ഉണ്ടായിരുന്നത്. അതിൽ ഫെബ്രുവരി മുതൽ ജൂലൈ വരെയായിരുന്നു നമ്മൾ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അതായത് ക്ലാസ്സുകൾ പറഞ്ഞാൽ ഒക്കെ റെക്കോർഡഡ് ക്ലാസ്സാണ്. എന്നിരുന്നാലും ഓരോ മാസം കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷാണെങ്കിൽ 3 ചാപ്റ്റർ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക, മലയാളം 3, അറബി 4, അങ്ങനെ ഓരോ മാസം തീർക്കേണ്ട ചാപ്റ്റേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തീർത്ത സ്റ്റുഡൻസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ ഓഗസ്റ്റ് മന്തിൽ അവർക്ക് റിവിഷൻ ചെയ്യുക എല്ലാ ചാപ്റ്റേഴ്സും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്യാനുള്ള ഒരു മാസമായിട്ടാണ് കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. ഇതുവരെ നിങ്ങളൊന്നും നോക്കിയിട്ടില്ല, ക്ലാസ്സൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു 50 മാർക്കുള്ള ചാപ്റ്റേഴ്സുകൾ നോക്കി പഠിച്ചു വെക്കുക. ഈ ഒരു മാസം അതുപോലെ അടുത്തൊരു മാസം 15 ആകുമ്പോഴേക്കും, അടുത്ത മാസം 15 ആകുമ്പോൾ നമ്മുടെ മോഡൽ എക്സാം നടക്കും, ഓൺലൈനായിട്ടാണ് നടക്കുക. അപ്പോഴേക്ക് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് സെപ്റ്റംബറിൽ നമ്മുടെ എക്സാമും വരും, പബ്ലിക് എക്സാമും വരും. അപ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ മാർക്ക് വാങ്ങി നിങ്ങൾ പാസ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഇനി പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ വരുത്തുക. ഇതുവരെ ആരും സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റഡി കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഈ ഒരു മാസം റിവിഷനും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യാനുള്ള മന്താണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.